കേരളത്തിൽ നിലനിൽക്കുന്ന മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിന്റെ ആനുകൂല്യത്തിൽ ഈർക്കിൽ പാർട്ടികളിലൂടെ കടന്നുവന്ന് അനർഹമായ പദവികൾ MLA സ്ഥാനവും MP സ്ഥാനവും അടക്കം നേടിയെടുത്ത നിരവധി നേതാക്കൾ നമുക്ക് മുന്നിലുണ്ട്. MLA പദവിയും MP പദവിയും മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പഞ്ചായത്തിലും മെമ്പർ സ്ഥാനവും അധ്യക്ഷ പദവിയും വരെ നേടിയെടുത്ത നിരവധി ചോട്ടാ നേതാക്കളും ഇത്തരം ഈർക്കിൽ പാർട്ടികളുടെ ഭാഗമായി വിലസുന്നുണ്ട്. ഇവരിൽ പലരും മന്ത്രി പദവിയും MLA പദവിയും MP പദവിയും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകുന്നതും പൊതുപ്രവർത്തനം നടത്തുന്നത്. ഇത്തരത്തിൽ ഏറ്റവും അധികം അനർഹരെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് വിവിധങ്ങളായ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളാണ്. കേരള കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കളും ജനപ്രതിനിധികളും മോശക്കാരാണെന്നല്ല, നേരെ മറിച്ച് നിരവധി അനർഹരെ ജനാധിപത്യ പദവികളിൽ എത്തിച്ചത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു അധാർമികതയാണ് എന്നുകൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ അനർഹമായ പല പദവികൾ കിട്ടിയിട്ടും ആർത്തി തീരാതെ രാഷ്ട്രീയ വിലപേശലുകൾ നടത്തി വഴിയാധാരമായി പോയ ഒരു നേതാവിന്റെ കഥയാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കോട്ടയം ജില്ലക്കാരനായ പാലാ സ്വദേശിയായ സജി മഞ്ഞക്കടമ്പനാണ് ഈ വീഡിയോയിലെ നായകൻ. നന്നേ ചെറുപ്രായത്തിൽ തന്നെ മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി സ്വന്തം പഞ്ചായത്തായ കരൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് സജി മഞ്ഞക്കടമ്പൻ. തുടർന്ന് ലാളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുവാനും മഞ്ഞക്കടമ്പന് ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ മഞ്ഞക്കടമ്പൻ MLA പദവിയും സ്വപ്നം കണ്ടു തുടങ്ങി. 2016 പൊതു തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാഗമായി പൂഞ്ഞാർ സീറ്റാണ് മഞ്ഞക്കടമ്പൻ ലക്ഷ്യമിട്ട് പ്രവർത്തനം നടത്തിയത്. എന്നാൽ അന്ന് പാർട്ടിയിലേക്ക് അടുത്ത കാലത്ത് മടങ്ങി വന്ന ജനപ്രീതിയുള്ള നേതാവായിരുന്ന ജോർജ് കുട്ടി അഗസ്തിക്കാണ് 2 ചിഹ്നം KM മാണി നൽകിയത്. ജോർജ് കുട്ടി അഗസ്തി ദയനീയമായി PC ജോർജിനോട് പരാജയപ്പെട്ടെങ്കിലും ആ കളിയിൽ നേട്ടമുണ്ടാക്കിയത് പൂഞ്ഞാർ സീറ്റ് ആഗ്രഹിച്ച മഞ്ഞക്കടമ്പനായിരുന്നു. പൂഞ്ഞാർ സീറ്റ് നിഷേധിക്കപ്പെട്ട മഞ്ഞക്കടമ്പന് ഒരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ KM മാണി എന്ന് വെച്ചു നീട്ടിയത് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ, അതായത് മാണി വിഭാഗത്തിന്റെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയായിരുന്നു. പിന്നീട് KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലും PJ ജോസഫിന്റെ നേതൃത്വത്തിലും UDF ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ കോട്ടയം ജില്ലാ അധ്യക്ഷനാകുവാനും മഞ്ഞക്കടമ്പന് സാധിച്ചു. പിന്നീട് ജോസ് കെ മാണിയുടെ പാർട്ടി മുന്നണി വിടുകയും മഞ്ഞക്കടമ്പൻ ഏറ്റുമാനൂർ സീറ്റ് സ്വപ്നം കാണുകയും ചെയ്തു. സാധാരണഗതിയിൽ UDFിലെ ധാരണയനുസരിച്ച് കോട്ടയം ജില്ലയിലെ UDF ചെയർമാൻ പദവി നൽകാറുള്ളത് കേരള കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ്. എന്നാൽ മഞ്ഞക്കടമ്പൻ ജില്ലാ അധ്യക്ഷനായപ്പോൾ അപക്വമതിയായ മഞ്ഞക്കടമ്പന് UDF ജില്ലാ ചെയർമാൻ നൽകുവാൻ കോൺഗ്രസിനും ജോസഫ് ഗ്രൂപ്പിനും വിമുഖതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാണിയുടെ വിശ്വസ്തനായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കോട്ടയം ജില്ലാ മുൻ അധ്യക്ഷനായിരുന്ന മുതിർന്ന നേതാവ് EJ അഗസ്തി സാറിനെയാണ് മഞ്ഞക്കടമ്പൻ ജില്ലാ അധ്യക്ഷനായപ്പോഴും UDF ചെയർമാൻ സ്ഥാനത്തേക്ക് പാർട്ടിയും മുന്നണിയും നിയോഗിച്ചത്. തുടർന്ന് 2021 ഏറ്റുമാനൂർ സീറ്റ് സ്വപ്നം കണ്ട മഞ്ഞക്കടമ്പന് അത് ലഭിക്കാതെ വന്നതോടെ പാർട്ടിയിൽ ഇയാൾ കലാപമുണ്ടാക്കുകയും UDF ജില്ലാ ചെയർമാൻ പദവി വിലപേശി വാങ്ങുകയും ചെയ്തു. അന്നു മുതൽ മഞ്ഞക്കടമ്പൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDFിൽ നിന്ന് കോട്ടയം പാർലമെന്റ് സീറ്റാണ്. എന്നാൽ കോട്ടയം പാർലമെന്റ് സീറ്റിൽ 2024 ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയായതോടെ പാടെ നിരാശനായ മഞ്ഞക്കടമ്പൻ തീർത്തും ബാലിശമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ പ്രചരണ കാലത്ത് UDF മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും വിട്ടത്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നോമിനേഷൻ സമർപ്പണ വേളയിൽ വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥിയെ കൂടാതെ 3 നേതാക്കൾക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. കോട്ടയത്ത് നിന്ന് കോട്ടയം DCC അധ്യക്ഷനായ നാട്ടകം സുരേഷിനെയും മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവായ മോൻസ് ജോസഫിനെയും സ്ഥാനാർത്ഥിയെ അനുഗമിക്കുവാൻ നിയോഗിച്ചത് മഞ്ഞക്കടമ്പനെ പ്രകോപിതനാക്കി. ഈ കാരണം ചൂണ്ടിക്കാട്ടി NDA പാളയത്തിലേക്കാണ് UDF ചെയർമാൻ പദവി ഉപേക്ഷിച്ച് മഞ്ഞക്കടമ്പൻ ചാടിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിനും പ്രചരണ രംഗത്തുള്ള മേൽക്കൈക്കുമായി തുഷാർ വെള്ളാപ്പള്ളി വണ്ടിയും വഴിക്കാശും നൽകി മഞ്ഞക്കടമ്പനെ കൂടെ നിർത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ NDA മുന്നണിയിൽ മഞ്ഞക്കടമ്പനും അദ്ദേഹം പുതുതായി രൂപീകരിച്ച കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഒരു പരിഗണനയും നൽകിയിരുന്നില്ല. PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ ചേർന്നതോടെ NDA മുന്നണിയിൽ തനിക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയ മഞ്ഞക്കടമ്പൻ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ തന്റെ ഈർക്കിൽ പാർട്ടിയെ അൻവറിന്റെ പാർട്ടിയുമായി ലയിപ്പിക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ
ചീഫ് കോർഡിനേറ്ററായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അൻവറിന്റെ പാർട്ടിയിലൂടെ അൻവറിന്റെ പിണയാളായി നിന്നുകൊണ്ട് പിൻവാതിലിലൂടെ UDF പ്രവേശനം നടത്താമെന്നായിരുന്നു മഞ്ഞക്കടമ്പൻ കണക്ക് കൂട്ടിയത്. അൻവർ മഞ്ഞക്കടമ്പന് വേണ്ടിയിട്ടാണ് 2 നിയമസഭാ സീറ്റുകൾ ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അൻവറിന്റെ പിടിവാശികൾക്ക് മുന്നിൽ തട്ടി UDF പ്രവേശന സാധ്യത ഇല്ലാതായതോടെ PV അൻവറിനെയും സജി മഞ്ഞക്കടമ്പൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങളായി അൻവറിന്റെ നിഴൽ പോലെ നടന്നിരുന്ന മഞ്ഞക്കടമ്പൻ അൻവർ നിലമ്പൂരിൽ നോമിനേഷൻ കൊടുക്കാൻ പോയ വേളയിൽ പാലായിലേക്ക് മുങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പാലായിൽ മടങ്ങിയെത്തിയ മഞ്ഞക്കടമ്പൻ ഏതെങ്കിലും വിധേന ജോസ് കെ മാണിയുടെ കാലു പിടിച്ച് തന്റെ മാതൃസംഘടനയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാഗമായി ഇടതുമുന്നണിയിൽ കയറിപ്പറ്റുവാനുള്ള കരുനീക്കങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോടക്കം ഇന്നേ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് തനിക്ക് മാതൃസംഘടനയിലേക്ക് മടങ്ങുവാൻ ഒരുവിധ തടസ്സങ്ങളും ഇല്ല എന്നാണ്. ഇത്തരത്തിൽ യാതൊരുവിധ ആദർശശുദ്ധിയുമില്ലാതെ പാർട്ടികളിൽ നിന്ന് പാർട്ടികളിലേക്ക് ചേക്കേറുന്ന മഞ്ഞക്കടമ്പൻ ഇന്നും സ്വപ്നം കാണുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു MLA ആകുന്നതും മന്ത്രിയാകുന്നതുമൊക്കെയാണ് എന്നുള്ളതും മറ്റൊരു തമാശ. ഇത്തിൽ കണ്ണികളായ പരാനഭോജികളായ ഇത്തരം രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കേരളത്തിലെ പ്രബുദ്ധമായ ജനത പുറങ്കാൽ കൊണ്ട് തമസ്കരിക്കേണ്ട നേരം അതിക്രമിച്ചു എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ടു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചുകൊണ്ടും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.